വന്നേക്കുന്നത് എന്താ കൈറ്റ് ഫെസ്റ്റിവൽ കാണാനാണ്. അപ്പൊ എല്ലാവരും എന്റെ കൂടെ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നൊരു സ്പെഷ്യൽ സ്ഥലത്താണ് ഗൈസ് പോകുന്നത്. എവിടെയാണെന്നാണ് നിങ്ങൾ ഞെട്ടണ്ട. ഞങ്ങൾ എന്ന് പോകുന്നത് ഓൾഡ് പോർട്ടിലാണ്. ഓൾഡ് പോർട്ടില് ഞങ്ങൾ കൈറ്റ് ഫെസ്റ്റിവൽ കാണാനാണ് പോകുന്നത്. കൈറ്റ് ജാനുവരി 15 തൊട്ടിട്ട് 24 വരെയാണ് ഗൈസ് കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങൾ അടിച്ച് പൊളിച്ച് പോവാണ്. പിന്നെ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ പാർക്കിങ് കിട്ടത്തില്ല. പാർക്കിങ് കിട്ടാൻ ഭയങ്കര പണിയാണ്. പാർക്കിങ് നമ്മൾ നോക്കി നടക്കുവാനേ. അതിൽ കാണുന്നതാണ് കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം. അങ്ങനെ ഗായ്സ് നമ്മൾ അങ്ങോട്ട് നടന്നു പോവാനേ. ചോദിച്ചു എന്റെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ ഗായ്സ്. ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പലതും പറയുന്നൊക്കെ ഉണ്ട്. എന്നാലും ഒരുപാട് ദൂരം നടക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവാനേ. ഒരുപാട് ദൂരം നടന്നാൽ അവിടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമുണ്ട്. കയറ്റ് ഒരുപാട് കയറ്റുകൾ പറക്കുന്നുണ്ട്. അതൊക്കെ കാണാൻ അകലന്ന് നിന്ന് കാണാൻ തന്നെ നല്ല രസമാണ്. ചുറ്റ എൻ്റെ കൂടെ ഓടി വരികയാണ് കേട്ടോ. എൻ്റെ പപ്പ എന്നെ അവിടെ ഇറക്കി വിട്ടിട്ട് പോയി. അപ്പൊ ഞങ്ങളിങ്ങനെ പാർക്കിങ് തപ്പി പോയതാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പം എത്തും. എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യം ഞാൻ ആ ട്രംബോളിലൊക്കെ കയറാനൊക്കെ നോക്കി. പക്ഷേ വലിക്ക് സമ്മതിച്ചില്ല ഗൈസ്. ടോയ്സിന്റെ ഷോപ്പൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവരും ക്യാഷൊക്കെ ആയിട്ട് പോരെ. ഒരുപാട് പേര് എന്നെ കയറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ അവിടെ കയറ്റൊക്കെ വിൽക്കാനും വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് മേടിച്ചിട്ട് നമുക്കും പറപ്പിക്കാം. പലതരം കയറ്റൊക്കെ നമുക്ക് ഇങ്ങനെ പറപ്പിക്കാം. നല്ല രസമാണ് കേട്ടോ അവിടെയൊക്കെ കാണാൻ. അതൊക്കെ ട്രംബോളിയാണ്. അവിടെ കയറാൻ നമുക്ക് ക്യാഷ് കൊടുക്കണം. നമ്മുടെ ക്യാഷ് കൊടുത്ത് തന്നെ അവിടെ കുറേ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാം കേട്ടോ. ഇതാണ് കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം. ഇവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ആ ഫുഡ് കോർട്ടിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കാം. പിന്നെ അവിടെ ബബിൾസ് വിൽക്കുന്ന കടയുണ്ട്. അങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരുപാട് തരത്തിലുള്ള പട്ടങ്ങളാണ് അവിടെ നടത്തുന്നത്. കണ്ടില്ലേ ഗൈസ്, ഒക്ടോപ്പസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഈക്കിളുണ്ട്, ഖത്തറിൻ്റെ ഒരുപാട് കയറ്റുകൾ അവിടെ ഉണ്ട് കേട്ടോ. ബബിൾസ് കണ്ടപ്പോൾ ഞങ്ങൾ ഓടി നടക്കാണ് ബബിൾസിനെ പിടിക്കാൻ. ഞങ്ങൾക്ക് ബബിൾസ് ആദ്യമേ ഒരു വീക്ക്നെസ് ആണല്ലോ. അപ്പോഴാണ് ബബിൾസിൻ്റെ അടുത്ത് നിന്ന് കുറേ റീൽസൊക്കെ എടുക്കാനൊക്കെ നോക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഒക്ടോപ്പസിൻ്റെ കയറ്റാണ് കേട്ടോ ഗൈസ്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് വേറെയാണ്. പക്ഷെ ഒക്ടോപ്പസ് അടിപൊളിയാണ്. പിന്നെ ഇത് ബേർഡ്സ് കാണാൻ നല്ല രസമാണ്. ബേർഡ്സിനെ കാണാനാണ് ഏറ്റവും ഭംഗി. ചെറുതാണെങ്കിലും നല്ല രസമാണ്. ഇത് ഒരാളുടെ ഫേസ് ആണ് കേട്ടോ. ഇത് 2 ഒക്ടോപ്പസ് ഉണ്ട് കേട്ടോ. 2 കളറുണ്ട്. 2 കൂട്ടയും കൊണ്ട് അതേ നിൽക്കുന്നുണ്ട്. ഖത്തറിന് ഒരുപാടുണ്ട്. നമുക്ക് അവിടുന്ന് തന്നെ കയറ്റൊക്കെ പർച്ചേസ് ഷോപ്പിൽ നിന്ന് മേടിച്ച് നമുക്ക് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടില്ലേ ഗായ്സ്, ഇതൊക്കെ പട്ടങ്ങളാണ്. അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ അവിടെ ഇരുന്ന് ചെയ്യാണ് അവര് വർത്തിക്കാണ്. ചോദിച്ചെല്ലാം മുകളിലേക്ക് നോക്കി നടക്കാറ്. ഒരുപാട് പേര് കയറ്റൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു കയറ്റ് നോക്കാൻ വേണ്ടി, പറത്തിക്കാൻ വേണ്ടിയിട്ട്. ഞാനിതെല്ലാം കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ് ഗൈസ്. എന്ത് രസാലേ. ഞാനിത് ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് ഡേ തന്നെ പോകുന്നത്. ഫ്രോഗിന് കണ്ടു ഗൈസ്. ഫ്രോഗ് അടിപൊളിയാണ്. ഖത്തറിയത്ത് പട്ട കണ്ടു ഗൈസ്. ഖത്തറിന്റെ പേരേരി പട്ട എന്ത് രസമാണ് കാണാൻ. അതാണ് ഏറ്റവും ബിഗ്. വലിയൊരു ഫിഷിനെ വെച്ചിട്ടുണ്ട് ഗൈസ്. ഫിഷ് അടിപൊളിയാണ്. കുറെ പേരൊക്കെ പട്ടം കൊണ്ടുവന്നിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ചെയ്ത് തുടങ്ങുന്നുള്ളൂ. അവരൊന്നും ചെയ്തിട്ടില്ല. അവരൊക്കെ പട്ടം ഇങ്ങനെ പറത്തണ്ടേന്നൊക്കെ ഓരോരുത്തർ വന്ന് തുടങ്ങുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തോടെ എത്തി. അതാണ് അധികം കയറ്റൊന്നും അവിടെ ഇപ്പോൾ വെച്ചിട്ടില്ല. ഇനി കുറേ കയറ്റുകൾ ഇനി വരും കേട്ടോ. ഈ വീഡിയോ എൻ്റെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാലാണ് അതെല്ലാം കാണാൻ പറ്റൂ. ഇപ്പോൾ വളരെ കുറച്ച് പട്ടങ്ങളേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഒരുപാട് കാണും. പല മോഡലുണ്ട്. അങ്ങനെ എല്ലാവരും പട്ടം പറത്തുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്കും കിട്ടി ഒരു പട്ടം. അപ്പൊ ഞങ്ങളും അത് പറത്തുന്ന തിരക്കിലാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വിശന്നു ഗൈസ്. അപ്പൊ ഞങ്ങൾ വിശന്നു ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇത് നോക്ക് ഗൈസ്, ഒക്ടോപ്പസ് അടിപൊളിയല്ലേ. എല്ലാവരും പട്ടം പറത്തുന്ന തിരക്കിലാണ്. എല്ലാവരും മരത്തോട്ട് നോക്കി നിൽക്കുന്നൊന്നുമില്ല. ഞങ്ങൾ തന്നെ മരത്തോട്ട് നോക്കി നിൽക്കുന്നുള്ളൂ. എല്ലാവരും പട്ടം റെഡിയാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഞാൻ ദിശ പിടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ ഗൈസ്. ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നതാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയാണ് ഫോട്ടോ എടുക്കാനൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ദേഷ്യം പിടിച്ചിട്ടൊക്കെ നിൽക്കും. കുറേ പേര് ലൈവ് ഇടുന്നുണ്ട് യൂട്യൂബിലൊക്കെ.
ഒരുപാട് പേര് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ ഒരു കയറ്റ് കൊണ്ടുവരണം, അല്ലെ നമ്മൾ ഇവിടുന്ന് ഒന്ന് മേടിച്ച് നമ്മൾ പറപ്പിക്കണം. അപ്പോഴാണ് അതിൻ്റെ രസം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിച്ചു. ചോദിച്ചു എവിടെ വന്നാലും ഭക്ഷണം കിട്ടിയാൽ മതി. ചോദിച്ചു ഫുഡൊന്നും ശരിക്കും കഴിക്കില്ല, പക്ഷെ മിഠായി ബിസ്ക്കറ്റ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരുപാട് കഴിക്കും ഗൈസ്. ചോദിച്ചു അത് കഴിക്കാനുള്ള തിരക്കിലാണ്. ഇത് കണ്ടു ഗൈസ്, ഒരുപാട് പെട്ടങ്ങൾ ലാസ്റ്റായപ്പോൾ വന്നു കേട്ടോ. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഒരു നൈറ്റൊക്കെ ആവാറായ ടൈമിലാണ് ഒരുപാട് കയറ്റുകൾ വന്നത്. അപ്പോൾ ഞങ്ങൾക്കൊരു പട്ടം കിട്ടി, ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾക്കൊരു പട്ടം കിട്ടിയതാണ് അത്. ഞാനത് പറത്തുന്ന നല്ല തിരക്കിലാണ് കേട്ടോ. അത് ഒരുപാട് നേരം ഞാൻ ഇങ്ങനെ പറത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് അത് ആകെ മറിഞ്ഞു വീഴുന്നൊക്കെ ഉണ്ട്. എനിക്ക് ശരിക്കും പിടിക്കാനൊന്നും അറിയുന്നില്ല, അതുകൊണ്ട് ആകെ മറിഞ്ഞു വീഴുന്നുണ്ട്. ശരിക്കും പറക്കുന്നൊന്നും ഉണ്ടായില്ല, പക്ഷെ അത് നല്ല നീളത്തിൽ പിടിച്ചു കഴിഞ്ഞാലാണ് പറക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ കണ്ടില്ല ഗൈസ്, ഖത്തറിൻ്റെ കയറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. നല്ല കാറ്റായിരുന്നു ഗൈസ്. അത് നമുക്ക് ഒരുപാട് നല്ല തണവും ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അവ ചൂച്ചൂന്ന് നല്ല വിറയലും നല്ല ബുദ്ധിമുട്ടൊക്കെ ആയി. ചൂച്ചു ആണെങ്കിൽ സ്വെറ്റർ ഇട്ടില്ല, അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ വേഗം റിട്ടേൺ പോവുകയാണ്, റൂമിൽ തന്നെ വേഗം പോവാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ വന്നിട്ട് കുറേ ടൈം ആയിട്ടോ. കുറേ ടൈം ഇവിടെ നിന്നു. പിന്നെ നൈറ്റ് ആകുമ്പോഴത്തേനും തണവ് കൂടുന്നുണ്ട്. ഞങ്ങൾ വേഗം പോവാണ് കേട്ടോ. പോണ വഴിയിലും ഇതുപോലൊക്കെ തന്നെ ഒരുപാട് കയറ്റുകളുടെ എണ്ണം കൂടി. ജാനുവരി 15 മുതൽ 24 വരെ ഉള്ളൂ കേട്ടോ ഗൈസ്. അതിനുള്ളിൽ എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഖത്തറിലുള്ള എല്ലാ മലയാളികളായാലും ഖത്തറിലുള്ള എല്ലാവരെയും ക്ഷണിച്ചിരുന്നു. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റൂ കേട്ടോ. ആരും ഈ ചാൻസ് മിസ്സാക്കാണ്ട് കണ്ടോളൂ. ഫ്രീ എൻട്രി ആണ്, ആരും ക്യാഷ് ഒന്നും കൊടുക്കേണ്ട. ഓൾഡ് ദോഹ പോർട്ടിലെ മീന പാർക്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ക്യാഷിന് അറിയുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഏതു പട്ടമാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമന്റ് ചെയ്യൂ ഗായ്സ്. കുഞ്ഞു കുട്ടികൾ വരെ കയറ്റ് പറത്തുന്നുണ്ട് ഗായ്സ്. നല്ല രസമാണ് കാണാനൊക്കെ. ഞങ്ങളങ്ങനെ റിട്ടേൺ വീട്ടിലോട്ട് പോവാണ്. ശരിക്കും കിളിയൊക്കെ പറക്കുന്ന പോലെയല്ലേ? അത് കിളിയല്ല ഗായ്സ്, കൈറ്റാണ്. ഫ്രോഗ്, ഹെന്ന്, ഫിഷ്, ബെറ്റ്സ് അങ്ങനെ ഒരുപാട് വെച്ചിട്ടുണ്ട് ഗായ്സ്. ഒരുപാട് കൈറ്റുകൾ അവിടെ പറക്കുന്നുണ്ട്. ഒക്കെ നല്ല ബിഗാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്നാൽ ശരിക്കും ഫ്ലൈറ്റിൽ താഴത്തൂടെ പോകുന്നത് കാണാം. അവിടെ ബബിൾസ് വിൽക്കുന്നവർ ഒരുപാടുണ്ട്. ബബിൾസ് വിൽക്കുന്നവർക്കൊക്കെ നല്ല കച്ചവടമുണ്ട് ഗൈസ്. എല്ലാവരും മേടിക്കുന്നുണ്ട് ടോയ്സ്, ബബിൾസ്, കൈറ്റ്സ്. നല്ല കാറ്റുള്ളത് കൊണ്ട് എല്ലാം ശരിക്കും പറന്നു വരുന്നുണ്ട്. പിന്നെ വിശക്കുന്നവർക്ക് ഫുഡും ഉണ്ട് ഗൈസ്. വിശക്കുന്നവരിന് ഐസ്ക്രീം വെക്കുന്നവർക്ക് ഐസ്ക്രീം ഉണ്ട് ഗൈസ്. എല്ലാം ഉണ്ട് അവിടെ. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗായ്സ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, കമന്റ് എന്തായാലും ചെയ്യണം ഗായ്സ്. എന്നാലേ എനിക്ക് പ്ലേ ബട്ടൺ കിട്ടും ഗായ്സ്. എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് പ്ലേ ബട്ടൺ. എന്തായാലും ഇവിടെ വന്ന ടൈം പോയില്ല എന്നാരും പറയില്ല. കളിക്കുട്ടികൾക്കാണെങ്കിൽ കളിക്കാനുള്ള ട്രംബോൾ ഉണ്ട്. പിന്നെ വലിയവർക്കാണെങ്കിൽ കഴിച്ചൊക്കെ കാണാം. പിന്നെ വരുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാൻ എന്താണെന്ന് വെച്ചാൽ സ്വെറ്ററൊക്കെ കൊണ്ടുവരണം കേട്ടോ. സ്വെറ്റർ കിട്ടിയില്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല പനി കിട്ടും, എല്ലാവർക്കും വയ്യാണ്ടാവും. അപ്പം എല്ലാവരും സ്വെറ്ററൊക്കെ കൊണ്ടുവരാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ ഞങ്ങൾ വരാം. എൻ്റെ സൗണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി ന്യൂ സൗണ്ട് ഞാനങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് സംസാരിച്ചതാണ് കേട്ടോ. എൻ്റെ ഓൾഡ് സൗണ്ടാണോ ഈ സൗണ്ടാണോ വേണ്ടതെന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. പോകുന്ന വഴിയൊക്കെ നല്ല ബോട്ടും നല്ലൊരു വ്യൂ ആണ് ഗൈസ്. നല്ല കാറ്റിലോണ് ഞങ്ങൾ പട്ടൊക്കെ കയ്യിൽ നിന്ന് പറന്ന് പോവാൻ നിൽക്കുന്നേ. ഞാനത് മുറുക്കി പിടിച്ച് കൊണ്ടുപോവാന്. അങ്ങനെ ഖത്തർ മല്ലു ഫാമിലീസ് ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.